Hello students, good morning all of you. Welcome to a new online class. In this class we are going to discuss the chapter Tolstoy Farm by Mahatma Gandhi. In the previous class we discussed the starting of the introduction of the story Tolstoy Farm. As we all know, Tolstoy Farm was introduced and started by Mahatma Gandhi with the help of his friend Herman Kallenbach in Transvaal, South Africa for Indian community, for the welfare of Indian community. 9th ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിൽ ടോൾസ്റ്റോയ് ഫാം എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളതിൻ്റെ തുടക്കം ഏകദേശം എടുത്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ്. ടോൾസ്റ്റോയ് ഫാം എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ പിക്ചറൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി തുടങ്ങിയ രാഷ്ട്രമാണ് ടോൾസ്റ്റോയ് ഫാം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഹെർമൻ കല്ലൻബച്ചും അതിനുവേണ്ടി അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ജോഹന്നാസ്ബർഗിന് സമീപത്ത് ട്രാൻസ്വാളിലാണ് അദ്ദേഹം ഈ ആശ്രമം ടോൾസ്റ്റോയ് ഫാം ആരംഭിച്ചത്. അതിനകത്ത് ടോൾസ്റ്റോയ് ഫാം എന്ന് പേര് വെക്കാൻ കാരണം എന്താ? റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയെ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള സ്നേഹം, താല്പര്യം കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ടോൾസ്റ്റോയ് ഫാം എന്ന് പേര് വെക്കാൻ കാരണം. അതൊരു ആശ്രമമാണ്. അതിനകത്ത് ഒരുപാട് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും എല്ലാവരും അതിനകത്തുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മഹാത്മാഗാന്ധി പറയുന്നത്. നോക്കാം. The conception no doubt was not without its flaws. All the young people had not been with me since their childhood. They had been brought up in different conditions and environment, and they did not belong to the same religion. മഹാത്മാഗാന്ധി ആ ആശ്രമത്തിലുള്ള അവരുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയാണ്. അപ്പോൾ വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് ആരംഭിക്കണം എന്നാണ് ഗാന്ധിയുടെ അഭിപ്രായത്തിൽ. ശരിക്കുള്ള വിദ്യാഭ്യാസം എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ശരിക്കും സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ അമ്മയാണ്. നമ്മുടെ ഉമ്മയാണ് ഫസ്റ്റിലെ ടീച്ചറല്ലേ? നമ്മുടെ അമ്മയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആശയം എന്തായിരുന്നു? വളരെ മോശമായിരുന്നില്ല. ഓൾ ദി യങ് പീപ്പിൾ ഹാഡ് നോട്ട് ബീൻ വിത്ത് മീ സിൻസ് ദ ചൈൽഡ്ഹുഡ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എന്താണ്? ആ ആശ്രമത്തിൽ ചെറിയ ആളുകൾ, കുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാർ, അവർ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ ഇല്ല. അതായത് അവരുടെ മുഴുവൻ കാര്യങ്ങളും എനിക്കറിയില്ല. ഒരു കുട്ടിയെ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാർക്കാണ്? നിങ്ങളുടെ അമ്മക്കാണ് അല്ലേ? കാരണം അച്ഛനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അമ്മക്കാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായി. കാരണം എന്താ? പ്രസവം മുതൽ നിങ്ങളുടെ ഓരോ വളർച്ചയിലും ഓരോ നിമിഷത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, നിങ്ങൾക്ക് ആവശ്യമായ പരിചരണം തന്ന് നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ അമ്മക്കറിയാം നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അമ്മക്കറിയാം അല്ലേ? അപ്പോൾ ഗാന്ധി പറയുകയാണെന്ത്? ഈ ആളുകൾ, എൻ്റെ ആശ്രമത്തിലെ ആളുകൾ, അവർ ചെറുപ്പം മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. All the young people had not been with me since their childhood. Since എന്ന് മുതൽ, ചൈൽഡ്ഹുഡ് ആണ് കുട്ടിക്കാലം മുതലേ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. They had been brought up. അവർ വളർന്നത്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വളരുക. ബ്രിങ്ങിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ബ്രോട്ട്. ബ്രിങ് V1, ബ്രോട്ട് V2, ബ്രോട്ട് V3. ബ്രിങ് ബ്രോട്ട്. ഈ ചാപ്റ്ററിൻ്റെ ഇടയിലൂടെ വെബ്സ് പഠിക്കണം കേട്ടോ. റെഗുലർ വെബ്സും അതിൻ്റെ 3 ഫോംസും പഠിക്കണം. അപ്പോൾ അവർ വളർന്നത് ഇൻ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്സ്. അവർ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലും വ്യത്യസ്തമായിട്ട് ചുറ്റുപാടിലുമാണ് അവർ വളർന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളുടെ വീടുകളിലും പല കാഴ്ചപ്പാടും പല ചിന്താഗതിയും പല സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ വളർന്ന കുട്ടികളാണ്. ആൻഡ് ദേ ഡിഡ് നോട്ട് ബിലോങ് ടു ദ സെയിം റിലീജിയൻ. അവരുടെ മതമോ ഓരോ ജാതിയോ അല്ലെങ്കിൽ ഒരേ മതമോ അല്ല അവർക്ക്. വ്യത്യസ്തമായ മതങ്ങളിൽ പെട്ട കുട്ടികളാണ്. ഹൗ കുഡ് ഐ ഡു ഫുൾ ജസ്റ്റിസ് ടു ദ യങ് പീപ്പിൾ? എങ്ങനെയാണ് ഈ കുട്ടികളുടെ നീതി കാണിക്കുക? പല കുട്ടികളിലെ, ഇപ്പോൾ ഒരു അമ്മക്കാണെങ്കിൽ ആ അമ്മക്ക് ആ വീട്ടിലെ കുട്ടികളെ മാത്രം നോക്കിയാൽ മതി, സ്വന്തം മക്കളെ മാത്രം നോക്കിയാൽ മതി. അവരെല്ലാ കാര്യങ്ങളും ഏകദേശം സ്വഭാവം കാര്യങ്ങളും മറ്റുള്ള രീതികളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. നേരെ മറിച്ച് അവിടെ ചെറുപ്പം അറിയാത്ത അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കാണാത്ത കുറേ കുട്ടികളെ ഒന്നിച്ച് നോക്കുക. ഈ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയൊക്കെ, പ്രത്യേകിച്ച് പ്രൈമറി ടീച്ചേഴ്സിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പോയാൽ കാണാൻ കഴിയും. ഇത്രയും പല സാഹചര്യത്തിൽ നിന്നും പല വിഭാഗത്തു നിന്നും വന്ന കുട്ടികളെല്ലാവരും ഒരുമിച്ച് ജസ്റ്റിസ്, നീതിയോടുകൂടി ആ കുട്ടികളോട് പെരുമാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം. ഹൗ കുഡ് ഐ ഡു ഫുൾ ജസ്റ്റിസ് ടു ദ യങ് പീപ്പിൾ? എങ്ങനെയാണ് ഇവരോട് നീതിയോടെ ഒരേപോലെ പെരുമാറാൻ? ദ സർക്കംസ്റ്റാൻസ്, ഈ പ്രത്യേക സാഹചര്യത്തിൽ സാഹചര്യം. ഈവൻ ഇഫ് ഐ അസ്യൂം ദ പ്ലേസ് ഓഫ് പാറ്റർ ഫാമിലീസ്. ഈ ആളുകളുടെയൊക്കെ രക്ഷിതാവായിട്ട് എന്ത് ചെയ്യണം? ആ ഫാമിൽ ഈ കുട്ടികളുടെയും ആ മുഴുവൻ ആശ്രമത്തിലെ മുഴുവൻ ആളുകളുടെയും രക്ഷിതാവാരാണ്? ഞാനാണ്. അപ്പോൾ എല്ലാവരോടല്ലേ? ഒരച്ഛനും അമ്മയും മക്കളോട് വിവേചനം കാണിക്കുമോ? ഒരു അച്ഛനും അമ്മക്ക് 5 മക്കളാണെങ്കിൽ 5 മക്കൾ ഇതേപോലെ നോക്കൂലേ? അതേപോലെ ഗാന്ധി പറയുന്നത് ഈ ടോൾസ്റ്റോയ് ഫാമിലെ ഈ ആശ്രമത്തിലെ ഈ അന്തേവാസികൾ പല വിഭാഗത്തിൽപ്പെട്ട പല ആളുകളുണ്ട്. ഇവരെല്ലാവരെയും എങ്ങനെയാണ് ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്തിരുന്ന് ഞാൻ നീതിയോടെ നോക്കുക. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ടെൻഷൻ പറയുകയാണ്. കാരണം പല ചുറ്റുപാടത്തിൽ നിന്നും പല സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്ന കുട്ടികൾ, ഒരുപാട് കുട്ടികളെല്ലാം ഒരേപോലെ നോക്കുക എന്നുള്ളത് തികച്ചും ഒരു വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഗാന്ധിജിയുടെ ഫോട്ടോയാണ് പിക്ചറുള്ളത്.
ബട്ട് ഐ ഹാഡ് ഓൾവേസ് ഗിവൺ ദ ഫസ്റ്റ് പ്ലേസ് ടു ദ കൾച്ചർ ഓഫ് ദ ഹാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹം ഗാന്ധി പറയാണ്, ഗാന്ധി ആദ്യം മുൻഗണന കൊടുത്തിരുന്നത് കൾച്ചർ ഓഫ് ദ ഹാർട്ട് ഓർ ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ, സ്വഭാവ രൂപീകരണത്തിനാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ്, പാഠപുസ്തകം പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം വേണ്ടത് സ്വഭാവ രൂപീകരണമാണ്. നല്ല സ്വഭാവമുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ആൻഡ് ആസ് ഐ ഫെൽറ്റ് കോൺഫിഡൻറ്റ് ദാറ്റ് മോറൽ ട്രെയിനിങ് കുഡ് ബി ഗിവൺ ടു ഓൾ എലൈക്ക്. അതുകൊണ്ട് തന്നെ മോറൽ ട്രെയിനിങ്, ധാർമ്മികമായിട്ടുള്ള പരിശീലനം എല്ലാവർക്കും എലൈക്ക് ഒരുപോലെ നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നോ മാറ്റർ ഹൗ ഡിഫറെൻറ്റ് ദെയർ ഏജസ് ആൻഡ് ദെയർ അപ്ബ്രിങ്ങിങ്. അവരുടെ പ്രായവും ആ ആശ്രമത്തിൽ, ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ സുഖമാണല്ലോ കുട്ടികളെ പഠിപ്പിക്കാൻ, ഓരോ ക്ലാസ്സുകളിൽ ഓരോ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും. പക്ഷേ ഈ ആശ്രമത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട പല പ്രായത്തിൽപ്പെട്ട പല ആളുകളുണ്ട്. അപ്പോൾ അവരുടെ പ്രായമോ അല്ലെങ്കിൽ അപ്ബ്രിങ്ങിങ്, അവർ വളർന്നു വരുന്ന സാഹചര്യമോ ഒന്നും ഞാൻ അവിടെ കാര്യമാക്കിയിരുന്നില്ല. ഐ ഡിസൈഡഡ് ടു ലിവ് അമംഗ്സ് ദം ഓൾ ദ 24 hours ഓഫ് ദി ഡേ ആസ് ദെയർ ഫാദർ. ഞാൻ ആ ആശ്രമത്തിൽ അവരുടെ പിതാവായി ദിവസത്തിൽ 24 മണിക്കൂറും അവർക്കിടയിൽ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. അമംഗ്സ് എന്ന് പറഞ്ഞാൽ അമംഗ് മീനിങ് ആണ് കേട്ടോ. ഐ ഡിസൈഡ് എന്നാണ് തീരുമാനിച്ചു. ഡിസൈഡിൻ്റെ നൗണാണ് ഡിസിഷൻ, തീരുമാനം. ഡിസൈഡ് വെർബ് തീരുമാനിക്കുക, ഡിസിഷൻ തീരുമാനം നൗണ്. അപ്പോൾ അവർക്കിടയിൽ 24 മണിക്കൂറും ജീവിക്കാൻ ഗാന്ധി തീരുമാനിച്ചു. ആസ് ദെയർ ഫാദർ, അവരുടെ ഗാർഡിയനായിട്ട്. ഐ റിഗാർഡഡ് ദ ക്യാരക്ടർ ബിൽഡിംഗ് ആസ് ദ പ്രോപ്പർ ഫൗണ്ടേഷൻ ഫോർ ദർ എഡ്യൂക്കേഷൻ. എല്ലാത്തിനും എന്ത് വേണം? ഫൗണ്ടേഷൻ വേണം. അപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ഫൗണ്ടേഷനാണ്. അപ്പോൾ ഗാന്ധി പറയുകയാണെന്ത്? നമ്മൾ തറ എന്ന് പറയില്ലേ? ഐ റിഗാർഡഡ് ക്യാരക്ടർ ബിൽഡിംഗ്, സ്വഭാവ രൂപീകരണമാണ്, ആസ് ദ പ്രോപ്പർ ഫൗണ്ടേഷൻ ഓഫ് ദർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ. ആൻഡ് ഇഫ് ദ ഫൗണ്ടേഷൻ വാസ് ഫേംലി ലെഡ്, അടിത്തറ ഭദ്രമാണെങ്കിൽ, അടിത്തറ വളരെ സുശക്തമാണെങ്കിൽ, നല്ല ഉറപ്പുള്ളതാണെങ്കിൽ, ഐ വാസ് ഷുവർ ദാറ്റ് ദ ചിൽഡ്രൻ കുഡ് ലേൺ ഓൾ ദ അതർ തിങ്സ് ദംസെൽസ് ഓഫ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ഫ്രണ്ട്സ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സഹായത്തോടെ പഠിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ പോയി ഇതുപോലെ പഠിക്കാൻ കഴിയുന്നത് എന്താ കാരണം? നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടി. അവിടുന്ന് നമ്മുടെ ഫാമിലി, നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ആവശ്യമായ നല്ലൊരു അടിത്തറ അവർ പാകിയിട്ടില്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് സ്കൂളിലും മറ്റും പോയി പഠിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായത്. അപ്പോൾ ഗാന്ധി പറയുകയാണെന്ത്? ഏറ്റവും നല്ലത് എന്താണ്? ക്യാരക്ടർ ബിൽഡിങ്, ഏറ്റവും നല്ലത് സ്വഭാവ രൂപീകരണമാണ്. പിന്നെയോ, ബട്ട് ആസ് ഐ ഫുള്ളി അപ്രീഷിയേറ്റ് ദ നെസസിറ്റി ഓഫ് എ ലിറ്റററി ട്രെയിനിങ് ഇൻ അഡീഷൻ. അതുകൂടാതെ സാഹിത്യമായ പരിശീലനവും ആവശ്യമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഐ സ്റ്റാർട്ടഡ് സം ക്ലാസ്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റർ കല്ലൻബാച്ച് ആൻഡ് സുർജിത് പ്രാഗി ദേശായി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? കല്ലൻബച്ചിൻ്റെയും അതുപോലെ തന്നെ പ്രാഗി ദേശായിയുടെയും സഹായത്തോടു കൂടിയിട്ട് അത്തരത്തിലുള്ള ക്ലാസ്സുകളും ആരംഭിച്ചു. ആര് പറയാണ്? മഹാത്മാഗാന്ധി പറയാണ്. നോട്ട് ഡിഡ് ഐ അണ്ടർ റേറ്റ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി. ശാരീരികമായിട്ടുള്ള അവരുടെ വളർച്ചയെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഇകഴ്ത്തി കാണിക്കുന്നില്ല. അണ്ടർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇകഴ്ത്തി കാണിക്കുക. ശാരീരികമായ വളർച്ച എന്താണ്? എക്സസൈസുകൾ. ദിസ് ദ ഗോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ദർ ഡെയിലി റുട്ടീൻ. അവർക്ക് എക്സസൈസ് പോലത്തെ അവരുടെ ശാരീരിക ക്ഷമത സൂക്ഷിക്കാനുള്ള അവർക്കുള്ള എക്സസൈസ് എങ്ങനെ കിട്ടിയിരുന്നു? ഡെയിലി റുട്ടീൻ, അവരുടെ ആശ്രമത്തിലെ ദിനചര്യയിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ദർ വെർ നോ സർവൻസ് ഓൺ ദ ഫാം. കാരണം ഞങ്ങളുടെ ആശ്രമത്തിൽ സർവൻസ്, ജോലിക്കാർ ഉണ്ടായിരുന്നില്ല. ഓൺ ഓൾ ദ വർക്ക് ഫ്രം കുക്കിംഗ് ഡൗൺ ടു സ്കാവെഞ്ചിങ്. പാചകം മുതൽ ക്ലീനിങ്, വൃത്തിയാക്കൽ വരെ വാസ് ഡൺ ബൈ ദ ഇൻമേറ്റ്സ്. ആ അന്തേവാസികൾ, ആശ്രമത്തിലെ ആളുകൾ ചെയ്യണമായിരുന്നു. ദർ വെർ മെനി ഫ്രൂട്ട് ട്രീസ്. ഒരുപാട് ഫലവൃക്ഷങ്ങൾ, പഴങ്ങളുണ്ടാകുന്ന ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ, നോക്കാൻ. അതായത് എന്നും വെള്ളം ഒഴിക്കണം, വൃത്തിയാക്കണം, മണ്ണൊക്കെ മാറ്റണം. ആൻഡ് ഇനഫ് ഗാർഡനിങ് ടു ബി ഡൺ ആസ് വെൽ. ഒരുപാട് തോട്ടങ്ങൾ, ചെടികളും മറ്റുള്ള വൃക്ഷങ്ങളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ജോലി അവിടെ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരുന്നു. മിസ്റ്റർ കല്ലൻബാച്ച് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. കല്ലൻബച്ചിന്, എൻ്റെ സുഹൃത്ത് കല്ലൻബച്ചിന് ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിയായ താല്പര്യം കേട്ടോ. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിയായ താല്പര്യം. ഫോണ്ട് ഓഫ് ഗാർഡനിങ്, തോട്ടം നോക്കുക അല്ലെങ്കിൽ ഗാർഡനിൽ ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ഇഷ്ടമായിരുന്നു. ആൻഡ് ഹി ഹാഡ് ഗെയിൻ സം എക്സ്പീരിയൻസ് ഓഫ് ദിസ് വർക്ക്. ഈ മേഖലയിൽ അദ്ദേഹത്തിന് കുറച്ച് അനുഭവങ്ങളുണ്ട്, ഗെയിൻ നേടിയിട്ടുണ്ട്. ഓഫ് ദ ഗവൺമെൻറ് മോഡൽ ഗാർഡൻസ്. ഗവൺമെൻറ്റിൽ അവിടെ ഗവൺമെൻറ് തലത്തിലുള്ള സർക്കാർ മോഡൽ ഗാർഡൻസിൽ അദ്ദേഹം കുറച്ച് കാലം ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഗാർഡൻ നോക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഗാർഡനിങ് എന്തായിരുന്നു? വെരി ഫോണ്ട് ഓഫ്, വളരെ താല്പര്യമായിരുന്നു. ആർക്ക്? ഗാന്ധിജിയുടെ സുഹൃത്തായ കല്ലൻബച്ചൻ. അപ്പോൾ ഈ പാരഗ്രാഫിൽ ഗാന്ധി പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് മാനസികമായ വിദ്യാഭ്യാസം വേണം, സാഹിത്യപരമായ വിദ്യാഭ്യാസം വേണം, ശാരീരികപരമായിട്ടുള്ള എക്സസൈസും മറ്റു കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പി ടി ഉണ്ട്. എന്തിനാ പി ടി? നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പി ടിയോ അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാഭ്യാസം ഞങ്ങൾ ആശ്രമത്തിൽ ഗാന്ധി കൊടുത്തിരുന്നില്ല. കാരണം എന്താണ്? അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾക്ക്, അവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായ ശാരീരിക എക്സസൈസ് എങ്ങനെ കിട്ടിയിരുന്നു?
ആ ആശ്രമത്തിൽ ജോലിക്കാരുണ്ടായിരുന്നില്ല. അവിടെ കുക്കിംഗ് മുതൽ പാചകം മുതൽ വൃത്തിയാക്കുന്ന ജോലി ഇവർ ആര് ചെയ്തിരുന്നത്? ആ അന്തേവാസികളായിരുന്നു. അപ്പോൾ അവരിൽ എന്നും അവർക്ക് ആ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നല്ലൊരു എക്സസൈസ് അവർക്ക് കിട്ടിയിരുന്നു. അത് മാത്രമല്ല അവിടെ ഗാർഡനുണ്ട്, അവിടെ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. കല്ലമ്പച്ചനാണെങ്കിലോ ഫൗണ്ട് ഓഫ് ഗാർഡനിങ്ങിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഗാർഡനിങ് വളരെ ഇഷ്ടമായിരുന്നു. ഫൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ. ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിരുന്നു. എല്ലാവർക്കും അവിടെ ഒരു നിർബന്ധമുണ്ടായിരുന്നു. ഓൾ യങ് ആൻഡ് ഓൾഡ്, അവിടെയുള്ള ചെറുപ്പക്കാരും പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവരും, ഹൂ വർ നോട്ട് എൻഗേജ്ഡ് ഇൻ ദ കിച്ചൺ, അടുക്കള ജോലി ചെയ്യാത്ത ആളുകൾ, കുറച്ച് പേര് അടുക്കള ജോലി ചെയ്യണം, അത് ചെയ്യാത്ത ആളുകൾ, ടു ഗീവ് സം ടൈം ടു ഗാർഡനിങ്, അവരെന്ത് ചെയ്യണം? ഗാർഡൻ നോക്കണമായിരുന്നു. ദ ചിൽഡ്രൻ ഹാഡ് ദ ലയൺ ഷെയർ ഓഫ് ദിസ് വർക്ക്. അപ്പോൾ ഗാർഡനിങ്ങിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തം, ലയൺ ഷെയർ എന്നാൽ സിംഹഭാഗം എന്നറിയും, അതായത് കൂടുതൽ പങ്കും ആര് വഹിക്കണമായിരുന്നു? കുട്ടികൾ വഹിക്കണമായിരുന്നു. വിച്ച് ഇൻക്ലൂഡഡ് ഡിഗ്ഗിങ്, എന്താ ചെയ്യണം ഗാർഡനിങ്ങിൽ? ഡിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ കുഴിക്കുക, ഡിഗ്ഗിങ് പിറ്റ്സ്, കുഴികൾ കുത്തണം. ഫെല്ലിൻ ടിമ്പർ, മരങ്ങൾ എന്ത് ചെയ്യണം? മുറിച്ചിടണം. ആൻഡ് ലിഫ്റ്റിൻ ലോഡ്സ്, ഒരുപാട് ലോഡുകൾ ചുമക്കണം, മരം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഫെല്ലിൻ ടിമ്പർ എന്ന് പറഞ്ഞാൽ വിറക് വെട്ടോ. ദിസ് ഗാവ് ദം ആംബിൾ എക്സസൈസ്, അപ്പോൾ ആ ജോലി കുഴി വെട്ടണം, വിറക് എന്ത് ചെയ്യണം? കീറണം. അതുപോലെ തന്നെ മരങ്ങളിൽ ആവശ്യമില്ലാത്ത ചില്ലകളൊക്കെ ഒഴിവാക്കണം, അടിയിൽ തടം കെട്ടണം. അത് ഒരുപാട് ജോലികൾ, അവിടെയുള്ള മണ്ണും മറ്റും മാറ്റിയിടണം. ഇത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആംബിൾ എക്സസൈസ്, അവർക്ക് ഒരുപാട് എക്സസൈസുകൾ, പരിശീലനം, അവർക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള എക്സസൈസ് അവർക്ക് കിട്ടിയിരുന്നു. ദേ ടുക്ക് ഡെലൈറ്റ് ഇൻ ദ വർക്ക്, അവർക്ക് ആ ജോലിയിൽ സന്തോഷമായിരുന്നു. ആൻഡ് സോ ദേ ഡിഡ് നോട്ട് ജനറലി നീഡ് എനി അതർ എക്സസൈസ് ഓർ ഗെയിംസ്. നമ്മളിപ്പോഴത്തെ കാലത്ത് കണ്ടില്ലേ, ഒരുപാട് പേര് ജിംനേഴ്സിൽ പോകും അല്ലേ? ജിമ്മിൽ പോകും എന്തിനാണ്? ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. പണ്ട് കാലത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പണ്ട് കാലത്ത് പാടത്തും തൊടിയിലും വീട്ടിലും ഒരുപാട് ജോലികൾ എല്ലാവരും ചെയ്തിരുന്നില്ലേ? വെള്ളം കോരും, വിറക് വെട്ടും, ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നടക്കും, ഒരുപാട് ചുമടെടുക്കും. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്ത്? ഇപ്പോൾ നമ്മൾ ഈ ഫോണും മറ്റുള്ള കാര്യങ്ങളിലും മാത്രം ഒതുങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ആ ജിമ്മിന് പോകേണ്ട ആവശ്യം വരുന്നത് അല്ലേ? അപ്പോൾ പണ്ടത്തെ ഈ ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം, മാനസികമായ, ശാരീരികമായ, സാഹിത്യപരമായിട്ട് എല്ലാ വിദ്യാഭ്യാസം കിട്ടണമെന്ന് ഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ജോലികൾ, ഗാർഡനിലും കിച്ചണിലും ആ തൊടിയിലൊക്കെ ഒരുപാട് ജോലി ഉണ്ടായതുകൊണ്ട് അന്തേവാസികൾക്ക്, ആ ആശ്രമത്തിലെ അന്തേവാസികൾക്ക് നല്ല ഫിസിക്കൽ ട്രെയിനിങ് കിട്ടിയിരുന്നു. ഓഫ് കോഴ്സ് സം ഓഫ് ദം ആൻഡ് സംടൈംസ് സം ഓൾ ദം മാലിംഗേഡ് ആൻഡ് ഷേക്കഡ്. ചിലപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും? അന്തേവാസികൾ എന്ത് ചെയ്യും? ഗാർഡനിൽ അല്ലെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യേണ്ട സമയത്ത് എന്തെങ്കിലും അസുഖം പറഞ്ഞ് അഭിനയിക്കും. അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് ചില കുട്ടികളെ കാണാം, സ്കൂളിലേക്ക് എന്തെങ്കിലും പരീക്ഷ അല്ലെങ്കിൽ എന്താണ് ചോദ്യം ചോദിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും അസുഖം പറഞ്ഞ് അഭിനയിക്കുമല്ലോ, അതാണ് മാലിംഗേഡ് എന്ന് പറയുക. ആൻഡ് ഷേക്കഡ് എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, ജോലിയിൽ നിന്നും എന്ത് ചെയ്യും? ആരും കാണാൻ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില കുട്ടികളവിടെ കുസൃതി കാണിച്ചിരുന്നു, ജോലി ചെയ്യാതെ വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് മാറി നിൽക്കുക, അങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് തൻ്റെ ആശ്രമത്തിലെ എല്ലാവർക്കും അവർക്ക് ശാരീരികമായിട്ടുള്ള, മാനസികപരമായിട്ടുള്ള, സാഹിത്യപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടണം. അവർക്ക് ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് അവിടുത്തെ ജോലിയിലൂടെ അവർക്ക് കിട്ടിയിരുന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക. ഇനി അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിച്ച് നോക്കും.